നമസ്കാരം. കേരള പോലീസിന്റെ അതിക്രമങ്ങൾ ഇന്ന് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ ശത്രുക്കളായി മാറിയിട്ടുള്ള ഒരു ഭരണകൂട ഭീകരത അല്ലെങ്കിൽ ഒരു ഭരണകൂട യന്ത്രത്തെയാണ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ പോലീസ് നടത്തിയ ക്രൂരതകൾ നമുക്കറിയാം എത്രത്തോളം ഉണ്ടായിരുന്നു. ഒരു അവസാനമില്ലാത്ത രീതിയിലായിരുന്നു അന്ന്. അത് നമ്മൾ വളരെ വിഷമത്തോടെ കണ്ടതാണ്, വളരെ പ്രതികരണവും നടത്തിയതാണ്. കള്ളക്കേസുകൾ, മർദ്ദനങ്ങൾ, നിരപരാധികളെ പ്രതികളാക്കിയിട്ട് ജീവിതം തകർക്കൽ, ഇത് അക്കാലത്ത് തികച്ചും ഒരു സർവ്വസാധാരണ സംഭവമായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഇപ്പൊ നവകേരള സദസ്സിന്റെ പേരിൽ ജനങ്ങളെ അന്ന് ജനങ്ങൾക്ക് നേരെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, ജനാധിപത്യപരമായിട്ട് പ്രതീക്ഷിച്ച യുവജനങ്ങളെയും സാധാരണക്കാരെയും ഒക്കെ പോലീസ് ക്രൂരമായി ഒതുക്കാൻ ശ്രമിച്ച് തല്ലിച്ചതച്ച് തല അടിച്ചു പൊട്ടിച്ച ആ നവകേരള സദസ്സിലെ മന്ത്രിമാരും അവരവരും പോയ വഴിയിൽ ഉടനീളം പ്രതിഷേധിച്ച് അവരുടെ തല പൊട്ടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള പോലീസുകാരെയും ഭരണകക്ഷി ഗുണ്ടകളെയും ഒക്കെ മുഖ്യമന്ത്രി അന്ന് ന്യായീകരിച്ച് നമ്മൾ കേട്ടു. സർക്കാരിന്റെ ഒത്താശയോടെയും പൂർണ്ണമായ പിന്തുണയോടെ അന്ന് നടന്നിട്ടുള്ള ഈ നഗ്നമായ അതിക്രമങ്ങളെ രക്ഷാപ്രവർത്തനം എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരസ്യമായി വിളിച്ചത്. നമുക്കറിയാം ഭരണകൂടം അങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അന്നാണ്. ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ് സത്യത്തിൽ അന്ന് പിണറായി സർക്കാർ ചെയ്തത്. പോലീസിന്റെ അമിത അധികാര പ്രയോഗവും അതുപോലെ മർദ്ദനമുറകളും അക്കാലത്ത് ഒരു ഔദ്യോഗിക നയമാണ് എന്നൊരു പക്ഷെ തോന്നിപ്പോയിരുന്നു. എന്നാൽ ഇപ്പോ ഭരണം മാറി. വി.ഡി. സതീശനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി, രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. പക്ഷെ എന്നിട്ടും ഇവിടുത്തെ സ്ഥിതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടം. ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത അതാണ്. പോലീസിന്റെ അതേ ക്രൂര സമീപനം, അന്നത്തെ പോലീസിന്റെ അതേ ക്രൂര സമീപനം, ജനവിരുദ്ധ നിലപാടുകൾ, അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണ്? കട്ടവനെ പിടിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ കൺമുന്നിൽ ആരാണോ വന്ന് വരുന്നത്, അങ്ങനെ കിട്ടിയവന്റെ തലയിൽ കുറ്റം മുഴുവൻ ചുമത്തിയിട്ട് ആ കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന പഴയ ഗുണ്ടാശൈലി തന്നെയാണ് ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ ബഹുഭൂരിപക്ഷം നടക്കുന്നത് എന്നത് വല്ലാത്ത കഷ്ടമാണ്. നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരെ പിടിച്ചിട്ട് കള്ളന്മാരാക്കുക, പോക്സോ പോലുള്ള അതീവ ഗുരുതരമായ കേസുകളിൽ വ്യാജമായി പ്രതികളാക്കുക, എന്നിട്ട് അവരെ അന്തസ്സും ജീവിതവും ഒക്കെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഒരു സാമൂഹ്യ ദ്രോഹിയായിട്ട് ചിത്രീകരിക്കുക. ഇങ്ങനെ ഒരു വ്യവസ്ഥാപിത സംവിധാനമായിട്ട് ഇതാണ് അവരുടെ ഒരു മാന്യത എന്ന് കരുതിയിട്ട് സ്ഥാപിച്ചു കൊടുക്കുക. എന്തൊരു കഷ്ടമാണിത്. കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ള ഒരു സംഭവം ഒരു ഉദാഹരണം. ബദിയടുക്കയിലെ അജിത് കുമാർ, ആ യുവാവിനെ ഒരു മോഷണ കേസിൽ അടയ്ക്ക കട്ടു എന്ന് പറഞ്ഞിട്ട് ആരോപിച്ചിട്ട് പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന്റെ വിവരങ്ങൾ അറിയാലോ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചത്. CCTV ദൃശ്യങ്ങളിലെ വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിലോ എന്തോ ചെറിയ ചില നേരിയ സാമ്യങ്ങൾ, ആ സാമ്യങ്ങൾ മാത്രം ഉണ്ടത്രേ, സാമ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കാരണം കൊണ്ട് ഇയാൾ അവനെ വന്ന് വീട്ടിൽ വന്ന് ഒരു കാരണവുമില്ലാതെ ഒന്ന് തൂക്കിയെടുത്തിട്ട് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് നോക്കാമല്ലോ. ആ നോക്കുന്നതിന് പകരം തൂക്കിയെടുത്ത് കാറിലിട്ട് നേരെ കൊണ്ടുപോണ വഴിയിലുടനീളം അത് ക്രൂരമായി മർദ്ദിച്ചു. സ്റ്റേഷനിൽ എത്തിച്ച ശേഷവും ബോഡി സെർച്ചിന്റെ പേര് പറഞ്ഞിട്ട് കടുത്ത മാനസിക പീഡനങ്ങൾ, ടോർച്ചറുകൾ നടന്നു, ഭീഷണികൾ അഴിച്ചുവിട്ടു. ചെയ്യാത്ത കുറ്റം സമ്മതിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കടുത്ത സമ്മർദ്ദം ചെലുത്തിയാണെന്ന് പറയുന്നു പോലീസ്. അതായത് നീ സമ്മതിക്കുക. പോലീസിന് കേസ് അന്വേഷണം അവസാനിപ്പിക്കണം, ഒരു പ്രതിയെ കിട്ടിയാൽ മതി, അത് യഥാർത്ഥ പ്രതിയാകണമെന്നില്ല. ഈ ചെന്നായ്ക്കളെ എന്തിനാണ് നിയമിച്ചു വെച്ചേക്കണത്? ഈ ഗുണ്ടകളെ എന്തിനാണ് നിയമിച്ചു വെച്ചേക്കുന്നത്? അവർ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതോ കിട്ടിയവന്റെ ചുമലിലെല്ലാം ആക്ഷേപിച്ചെടുത്ത് വെക്കാനാണെങ്കിൽ എന്തിന് കാക്കി ഇട്ടിട്ടാണ് ഇങ്ങനെ കുറെ ഗുണ്ടകളെ നിയമിച്ചു വെക്കണത്? ഇത് മര്യാദയ്ക്ക് പണിയെടുക്കുന്ന കുറെ പോലീസുകാരുണ്ട്, അവർക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാനല്ലേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ യഥാർത്ഥ പ്രതിയെ മറ്റൊരു സംഘം പിടികൂടിയത്. അതുകൊണ്ട് മാത്രമാണ് അജിത്തിന്റെ ജീവിതം നശിച്ചു പോകാതെ, പൂർണ്ണമായി തകർന്ന് തരിപ്പണമാകാതെ രക്ഷപ്പെട്ടത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. കട്ടവനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുക എന്ന ഒരു പോലീസിന്റെ അഴുക്ക് പിടിച്ച സംസ്കാരത്തിന്റെ വ്യക്തമായ തെളിവ് ഇത് ആദ്യമായിട്ടല്ല. പക്ഷെ ആ ചെറുപ്പക്കാരൻ, ആ നാട്ടിലുണ്ടായ നാണക്കേട്, അയാൾ കള്ളനാട് എന്ന് പ്രചരിച്ച പ്രചരണം, അത് ആരാ മാറ്റിക്കൊടുക്കുക? ഇതിന് സമാനമായിട്ടുള്ള നിരവധി കള്ളക്കേസുകളുടെയും അതിക്രമണങ്ങളുടെയും ഉദാഹരണങ്ങൾ നമ്മൾ കേരളത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് യുവാക്കളെ ലക്ഷ്യം വെച്ചിട്ട് വ്യാജമായി കള്ളക്കേസുകൾ ചുമത്തുന്നത്, ഇത് മുൻകാലങ്ങളിൽ നിന്ന് പോലെ ഇപ്പോഴും അത് തുടരുകയാണ്. കസ്റ്റഡി മരണങ്ങൾ, പോലീസിന്റെ ക്രൂരമായ മർദ്ദനത്തിന്റെ ഫലമായി സാധാരണക്കാർ കേൾക്കേണ്ടി വരുന്ന ശാശ്വതമായ ശാരീരിക മാനസിക പരിക്കുകൾ, നമ്മുടെ നാട്ടില് പതിവ് വാർത്തകളാണിതെല്ലാം. ഒരു പത്രം എടുത്തു നോക്കിയാൽ, ചാനൽ തുറന്നാൽ ഏതെങ്കിലും ഒരു പോലീസ് മർദ്ദനത്തിന്റെ, ഒരു കള്ളക്കേസിന്റെ വാർത്തകൾ ഇല്ലാത്തൊരു ദിവസമില്ല. നേരത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ, സമരങ്ങൾ അടിച്ചമർത്തുന്നതിന്റെ പേരിലൊക്കെ വ്യാജ ഏറ്റുമുട്ടലുകൾ, കസ്റ്റഡി പീഡനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇത് ഇന്നും ജനങ്ങളുടെ ഓർമ്മയിലുണ്ട്. അതൊക്കെ നിരപരാധികളായ വിദ്യാർത്ഥികൾക്കെതിരെയും യുവാക്കൾക്കെതിരെയും ഒക്കെ കരിനിയമങ്ങൾ ചുമത്തി ജയിലിലടച്ച സംഭവങ്ങൾ ജനാധിപത്യ കേരളത്തിന് എന്നും നാണക്കേടാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ, ഇപ്പൊ പറയുന്ന ഒരു പേരെടുത്ത് പറയുന്ന ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഈ തൂഫാന്റെ പേരിൽ സംസ്ഥാനത്ത് നടക്കുന്ന ലഹരി വേട്ടയുടെ മറവിൽ അരങ്ങേറുന്ന പല സംഭവങ്ങളും കടുത്ത സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. ലഹരി മാഫിയക്കെതിരെ
ശക്തമായ നടപടി ഉണ്ടാകേണ്ടത് സമൂഹത്തിന്റെ സുരക്ഷത്തിന് അത്യന്താപേക്ഷിതമാണ്, ഒരു സംശയം വേണ്ട. പക്ഷേ ആ ലഹരിയുടെ യഥാർത്ഥ ഉടമകളെ തന്നെയാണോ അറസ്റ്റ് ചെയ്യുന്നത്, യഥാർത്ഥ മാഫിയ തലവന്മാരെ തന്നെയാണോ പിടികൂടുന്നത് എന്ന് സംശയമുണ്ട്. പലയിടങ്ങളിൽ സംശയമുണ്ട്. പല പ്രതികളുടെ മുഖം കാണുമ്പോൾ, പല സംഭവങ്ങളുടെ തിരക്കഥകൾ കേൾക്കുമ്പോൾ പല സംഭവങ്ങളും ഉണ്ട്. കാരണം യഥാർത്ഥ പ്രതികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഫിയ തലവന്മാരെ പിടികൂടാതെ നിരപരാധികളായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും സംശയത്തിന്റെ പേരിൽ മാത്രം കുടുക്കി യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന രീതിയാണോ ഇത് എന്ന് പരസ്യമായി ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു മയക്കുമരുന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് MDMA കേസുമായിട്ട് ഒരു പ്രതിയെ എടുക്കുമ്പോൾ ആ പ്രതി നടന്നു പോകുന്നത് പോലീസുകാരന്റെ തോളിൽ കൈയിട്ട്, ഇത് മറ്റൊരുത്തൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു പോലീസുകാരി വന്ന് ആ വീഡിയോ എടുക്കുന്നതിന് എന്തോന്ന് കാണിക്കുന്നത് ചൂടാക്കണം. അതിനർത്ഥം എന്താണ്? ഈ പോലീസുകാർക്കും ഈ ലഹരി മാഫിയായിട്ട് ബന്ധമുണ്ടെന്നല്ലേ? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എന്തേ പിടിക്കുന്നു എന്ന് കാണിക്കണം എന്നതിൽ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ കഴിയുമ്പോൾ ഇവരെങ്ങനെ ജാമ്യം കിട്ടി പുറത്തേക്ക് പോണത്? വളരെ ചെറിയ അളവിലുള്ള ലഹരി വസ്തുക്കൾ കൈവശം വെച്ചു എന്നാരോപിച്ചു പോലും യുവാക്കളെ റോഡിലിട്ടും സ്റ്റേഷനിലിട്ടും ക്രൂരമായി മർദ്ദിക്കുക, ഇത് യാതൊരു തെളിവുമില്ലാതെ അവരെ സാമൂഹികമായിട്ട് അപകീർത്തിപ്പെടുത്തുക, ഇതൊക്കെ പോലീസിന് ജനങ്ങളുടെ വിശ്വാസത്തെ പൂർണ്ണമായി തകർക്കുകയാണ് ചെയ്യണമെന്ന് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്? പോലീസ് സ്റ്റേഷനുള്ളിൽ നിയമവിരുദ്ധമായി നടക്കുന്ന മൂന്നാമുറ മർദ്ദനങ്ങൾ, ഭീഷണികൾ, വ്യാജ തെളിവുകൾ നിർമ്മിക്കൽ, ഇതൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു അറുതിയുമില്ലാതെ തുടരാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വം പോലീസിന്റെ ഈ നിയമലംഘനങ്ങൾക്ക്, ക്രൂരതകൾക്ക് കൊടപിടിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞൊരു ആഭ്യന്തരമന്ത്രി എന്തിനാണ് ഇവിടെ എന്ന് പോലും ചില സമയത്ത് ചിന്തിച്ചു പോകുന്നുണ്ട്. കാരണം അത്രത്തോളം വാർത്തകൾ ഇവിടെ വരുന്നുണ്ട് പുറത്ത്. മാധ്യമങ്ങൾ വഴി വരുന്ന റിപ്പോർട്ടുകൾ മാത്രം കണ്ട് മൗനം പാലിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം ഇത്തരം അതിക്രമങ്ങൾക്ക് മൗനാനുവാദം നൽകുമ്പോൾ പോലീസ് ജനങ്ങളുടെ സേവകരാകുന്നതിന് പകരം ജനങ്ങളുടെ പരമ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഈ ഗുണ്ടാ പരിപാടികൾ, ജനാധിപത്യ വിരുദ്ധമായിട്ട് സമീപനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഒട്ടനടിയതൊക്കെ അവസാനിപ്പിക്കണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി ജീവിതം സുരക്ഷിതമാക്കേണ്ട ഒരു പൊതുസ്ഥാപനമാണ് പോലീസ് തന്നെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംവിധാനം ജനങ്ങളെ പീഡിപ്പിക്കുന്ന ചെകുത്താന്മാരെക്കാൾ ഭീകരരാകുമ്പോൾ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് സാധാരണക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക? നിരപരാധികളുടെ ജീവിതം തകർക്കുന്ന പരമ്പരാഗതമായ മൂന്നാമറ രീതികൾക്ക് പകരം യഥാർത്ഥ കുറ്റവാളികളെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടാനുള്ള ശാസ്ത്രീയ അന്വേഷണ രീതികൾ എന്നാണ് ഈ പോലീസ് സ്വീകരിക്കുക? അതിന് തയ്യാറായേ പറ്റൂ. വ്യാജ പോക്സോ കേസിലെ 2-3 കുട്ടികളെ കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്ന വാർത്ത അറിയില്ലേ? 10-13 വയസ്സുള്ള കുട്ടികളെ അതിക്രൂരമായി മർദ്ദിക്കുക, അത് ഹൃദ്രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ഒരു നിരപരാധിയെ അതിക്രൂരമായി അവനെ പീഡിപ്പിക്കുക, എന്നിട്ട് 3-ാമത്തെ ദിവസം അത് കള്ളക്കേസാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അങ്ങോട്ട് ഇറക്കി വിടുക. ഇത് വെള്ളരിക്കപ്പെട്ടണോ? പോക്സോ കേസ്, മോഷണ കേസ്, ലഹരി, ഇതൊക്കെ ഗുരുതരമായ കേസുകൾ തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ ഇത് യാതൊരു തെളിവും, ഒരു ശാസ്ത്രീയ തെളിവും ഇല്ലാതെ കേവലം ക്രൂരമായ മർദ്ദനത്തിലൂടെയും ഭീഷണിയിലൂടെയും കുറ്റസമ്മതം വാങ്ങുന്നത് മനുഷ്യാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് മനസ്സിലാക്കണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും മുഖ്യമന്ത്രി VD സതീശനും ഈ വഷളായ സാഹചര്യത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. 1.5 മാസം 2 മാസമായിട്ട് ഞങ്ങൾ ഭരണത്തിൽ ഏറിയിട്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസമായാലും ഇപ്പോൾ നിങ്ങളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി, നിങ്ങളാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. മറ്റാർക്ക് ബോധ്യമില്ല എന്നുണ്ടെങ്കിലും സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങളിൽ സമഗ്രമായ പരിഷ്കരണം അടിയന്തരമായിട്ട് നടപ്പിലാക്കണം. കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിലെ അന്വേഷണ രീതികളിലൊക്കെ മാറ്റം വരുത്താൻ ഭരണകൂടം തയ്യാറായേ പറ്റൂ. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ ജനവിരുദ്ധ സംവിധാനം പൂർണ്ണമായി മാറിയേ പറ്റൂ. പോലീസ് എപ്പോഴും ജനങ്ങളുടെ സുഹൃത്തായിരിക്കണം. പോലീസുകാരോട് ജനങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. അല്ലാതെ ശത്രുവായിട്ടല്ല ജനങ്ങൾ അവരെ കാണേണ്ടത്. ഓപ്പറേഷൻ തൂഫാന്റെയും മറ്റു സ്പെഷ്യൽ ഡ്രൈവുകളുടെയും ഒക്കെ മറവിൽ നടക്കുന്ന നെറികേടുകൾ പൊതുസമൂഹം കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നിരപരാധികളെ സംരക്ഷിക്കുന്നത്, യഥാർത്ഥ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ വേണ്ടി ഭരണകൂടം അടിയന്തരമായിട്ട് ഇടപെടണം. അല്ലാത്ത പക്ഷം ഈ ക്രൂരമായ ഭരണകൂട വ്യവസ്ഥയ്ക്കെതിരെയും പോലീസ് ഭീകരക്കെതിരെയും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഒരു ദിവസം തെരുവുകളിൽ പൊട്ടിപ്പുറപ്പെടും. അത് ആളിപ്പടരും. ജനാധിപത്യ കേരളത്തിൽ ഒരു കാലത്തും പോലീസ് ഭീകരത അനുവദിച്ചു കൊടുക്കാൻ ജനങ്ങൾക്ക് കഴിയില്ല. പോലീസ് ആകണം. പോലീസിനെ പോലീസായി കഴിയാൻ പോലീസിനെ അനുവദിക്കണം. പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മിനിമം പോലീസുകാർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. Different angles. Don't forget to subscribe and support this channel.